യുവർ ചാനൽ ഗാർഡൻ ഗൈഡ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എങ്ങനെ ഒരു താമരയുടെ റണ്ണർ നടാമെന്നാണ്. ഇതാണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്ന റണ്ണർ. ഇത് അമേരിക്കാമിലി എന്ന് പറയുന്ന ഒരു താമരയുടെ റണ്ണറാണ്. ഈ റണ്ണറിനകത്ത് മെയിൻ ഗ്രോ ടിപ്പുണ്ട്, പിന്നെ അതിനകത്ത് നിറച്ച് വേറെ വേറെ ഗ്രോ ടിപ്പുകളുണ്ട്. അപ്പോൾ ഗൈസ്, ഇതെങ്ങനെ നടേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ നമ്മുടെ കയ്യിൽ കുറേ താമരയുടെ കളക്ഷൻ ഉണ്ട്. കുറേ എന്ന് പറയാൻ ഒരു 7 വെറൈറ്റി ഒക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ റെഡ് പിയോണി എന്ന് പറയുന്നൊരു താമരയാണ്. അതിനകത്ത് ഇപ്പോൾ ഒരു ബഡ് വന്നിരിക്കുന്നുണ്ട്. പിന്നെ പുതിയതായിട്ടൊരു ബഡ് വെള്ളത്തിന് മേലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഇത് കാവേരി എന്ന് പറഞ്ഞൊരു താമരയാണ്. ഇതിൻ്റെ ഇലയുടെ താഴെ ഒരു ബഡ് ഇടുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല. ഇത് തമോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിനകത്ത് എനിക്കിപ്പോൾ മൊത്തത്തിൽ 7 പൂക്കൾ കിട്ടിയിട്ടുണ്ട്. ഒരു സമയത്ത് തന്നെ 2 ബഡ് വന്നിട്ടുണ്ട്, പിന്നെ 7 പൂക്കളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഒരു പുതിയ സ്റ്റാൻഡിങ് ലീഫ് വരുന്നുണ്ട്. അതിലൂടെ ബഡ് ഉണ്ടോ എന്ന് എനിക്കിനി അറിയത്തില്ല. ഇത് യെല്ലോ പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി താമരയാണ്. ഇത് ഞാൻ നട്ടതേ ഉള്ളൂ. ഇപ്പം 4 ലീഫായിട്ട് വന്ന് നിൽക്കുന്നു. ഇതിപ്പോൾ കിളിക്കുമായിരിക്കും, എനിക്കൊരു ഡൗട്ടുണ്ട് ചിലപ്പോൾ ഇത് കിളിക്കോ ഇല്ലയോ എന്ന്. ഇത് പിങ്ക് ക്ലൗഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി താമരയാണ്. ഇത് ഞാൻ നട്ടതേ ഉള്ളൂ. ഞാനിപ്പം 7 ഇല വന്നിട്ടുണ്ട്. ഇതും ഞാൻ ഒരു കുഞ്ഞു ട്യൂബറാണ് നട്ടത്. അത് കിളിക്കുമെന്ന് എനിക്കറിയത്തില്ല. കിളിച്ച് വരുന്നുണ്ട്, പക്ഷേ പുതിയ ഇലയൊക്കെ വരുന്നുണ്ട് എൻ്റെ അടിയിൽ കൂടെ. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു ടബ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ ഞാൻ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ ഞാൻ ചളി ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ചുമന്ന മണ്ണുണ്ടല്ലോ, അത് മേലിട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചൊരു ചളി രൂപമാക്കി അങ്ങ് വെച്ചേക്കുവാണ് ഞാനിത്. നമ്മളിനി ഒരു താമരയുടെ റണ്ണർ എങ്ങനെ നടന്ന് നോക്കാം. അതിന് നമ്മൾ ചളിയുടെ ഒരു ബേസൻ്റെ സൈഡിലോട്ട് ഒരു ചാലി പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഈ റണ്ണറിൻ്റെ നീളം അനുസരിച്ചാണ് നമ്മൾ ഒരു ചാലി പോലെ ആക്കി കൊടുക്കേണ്ടത്. നമ്മളതിൻ്റെ നമ്മുടെ റണ്ണർ എടുക്കുക. റണ്ണർ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ഇതിൻ്റെ ഈ മെയിൻ ഗ്രോ ടിപ്പ് അടി പോകാത്ത രീതിയിൽ നമ്മൾ ചളി ഇട്ട് കൊടുക്കണം. ഈ ഗ്രോ ടിപ്പ് ഒന്നും മണ്ണിനടി പോകാതെ നമ്മൾ പെല്ലെ മണ്ണിട്ട് കൊടുക്കുക. ഈ വേരൊക്കെ താങ്ങിരിക്കണം, മണ്ണിനടിയിൽ ഇരിക്കണം. ഇതൊക്കെ നല്ല പിടിച്ച് കിട്ടുന്ന റണ്ണേഴ്സ് നിങ്ങൾ എടുക്കാൻ അപ്പോൾ നമ്മൾ ഈ വേര് മുങ്ങി മണ്ണിനടിയിൽ കിടക്കുന്ന പോലെ നമ്മൾ നട്ട് കൊടുക്കേണ്ടതാണ്. ഗ്രോട്ടിപ്പെല്ലാം പൊങ്ങി നിൽക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ റണ്ണർ നട്ട് കൊടുക്കേണ്ടത്. ഈ ഗ്രോട്ടിപ്പെല്ലാം താങ്ങി നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ മണ്ണ് മൂടിക്കൊടുക്കണം. ഗ്രോട്ടിപ്പൊക്കെ മണ്ണിനടിയിൽ പോയാൽ പിന്നെ നമ്മുടെ റണ്ണർ അഴുകിപ്പോകും. അങ്ങനെ നമ്മൾ റണ്ണറെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വെള്ളം നിറച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ റണ്ണർ പൊങ്ങിപ്പോതിരിക്കാൻ വേണ്ടി 3 കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളാണേൽ കുറച്ച് വെള്ളം ഇത് പെല്ലെ ഒഴിച്ചു. പെല്ലെ നമ്മൾ ഈ റണ്ണറിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അപ്ഡേറ്റുകൾ വഴിയേ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.